കഥയുടെ ആരംഭത്തിൽ ഒരു വയസ്സായ മനുഷ്യൻ കയ്യിലൊരു മദ്യക്കുപ്പിയൊക്കെ പിടിച്ച് ആരെയൊക്കെയോ തെറി പറഞ്ഞൊരു പറമ്പിൻ്റെ നടുക്കൂടെ കൂളായി നടന്നു പോവുകയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അയാൾ തൊട്ടടുത്തുള്ള ആ പറമ്പിലേക്കൊന്ന് നോക്കുകയും അതിനുശേഷം അയാൾ എന്തൊക്കെയോ ഓർത്ത് വിഷമിക്കുകയും പെട്ടെന്ന് അയാൾക്ക് ശാരീരാസ്വസ്ഥ്യം വന്നിട്ട് അയാളെ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇപ്പോൾ അയാൾ മരിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ടായിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് ഒരു ബിൽഡിങ്ങിലെ ഒരു ഓഫീസ് റൂമാണ്. അവിടെ നമ്മുടെ കഥാനായിക യോൺ സൊഹ, ഇവളാണ് നമ്മളുടെ കഥാനായിക. അവളവിടെ ജോലി ചെയ്യുകയാണ്. പുള്ളിക്കാരത്തി അവളുടെ സീനിയറിൻ്റെ കയ്യിൽ നിന്നും കോംപ്ലിമെൻ്റ് ഒക്കെ വാങ്ങിച്ച്, സീനിയർ ആണെങ്കിൽ അവൾക്കൊരു ബുക്കും ഗിഫ്റ്റ് ചെയ്ത് അവളതൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അവൾക്ക് ഫോണിലൊരു മെസ്സേജ് വന്നു. അതായത് ഡിറ്റക്റ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള കങ് ഹോങ് സിക്കിൻ്റെ ഒരു മെസ്സേജായിരുന്നു വന്നിരുന്നത്. അവളത് നോക്കാൻ വേണ്ടി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് അത് ഓപ്പണാക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ച പെണ്ണിനെ വല്ലാതെ വിഷമിപ്പിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണിൻ്റെ ഭർത്താവ് പുള്ളിയാളിച്ചിട്ട് തരികിടയാണെന്ന് തോന്നുന്നു. അയാൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ മോട്ടലിൽ പോയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഈ ഡിറ്റക്റ്റീവ് ഏജൻറ്റ് ഇവൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കഥാനായിക ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻ്റ് ആയിരിക്കണം അത്. എനിവേ ഇന്നത്തേക്ക് ഇത്രയും മതിയടാ എന്നൊക്കെ പറഞ്ഞ് അവൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വരുന്നത്. കോൾ എടുത്തപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പോലീസുകാർ അവളോട് പറയുന്നത് യൂമ്യുങ് ഗിൽ എന്ന പേരുള്ള ഒരാൾ മരിച്ചു, അയാളുടെ ബോഡി കളക്ട് ചെയ്യാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞാണ് അവളെ വിളിക്കുന്നത്. പക്ഷേ ഈ പെണ്ണിനാണെങ്കിൽ അത് ആരാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അയാൾ ഇവളുടെ അങ്കിളാണെന്ന് പോലീസുകാരാണ് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ആരാണെന്ന് മനസ്സിലായോ? നമ്മുടെ കഥയുടെ തുടക്കത്തിൽ ആ പറമ്പിൻ്റെ വശത്ത് മരിച്ചു വീണയാളില്ലേ? മരിച്ചല്ല, അന്നേരം അയാൾ കുഴഞ്ഞാണ് വീണത്. പക്ഷെ സംഭവം അയാൾ മരിച്ചു. അയാളുടെ ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളെ വിളിക്കുന്നത്. അയാൾ ഇവളുടെ അങ്കിളാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അടുത്ത സീനിൽ കുറച്ച് ആൾക്കാർ ഒരു ഓഫീസ് വരാന്തയിലൂടെ നടന്നു പോവുകയാണ്. അവർ ഡിസ്കസ് ചെയ്യുന്നത് യൂമ്യുങ് ഗിലിൻ്റെ മരണത്തെ പറ്റിയാണ്. അതായത് നമ്മളുടെ കഥാനായികയുടെ അമ്മാവൻ്റെ. അതായത് അയാൾ മരിച്ചു കിടന്നപ്പോൾ അയാളുടെ ബോഡിയിൽ നിന്നും താലിയം എന്ന് പറയുന്ന ഒരു വിഷാംശം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. എന്നിരുന്നാലും ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് അതിലൊരാൾ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നത് സെങ്ജുൻ എവിടെയാണെന്ന്. ഈ സെങ്ജുൻ ആരാന്ന് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അടുത്ത സീൻ നമ്മെ കാണിക്കുന്നത് ഒരു സ്ഥലത്ത് കൂടെ ഒരാൾ കാർ ഓടിച്ച് പോവുകയാണ്. അയാൾ ചെന്ന് കയറുന്നത് ഒരു വീട് പോലത്തെ അല്ലെങ്കിൽ ഒരു കോളനി പോലത്തെ ഒരു സ്ഥലത്താണ്. പുള്ളി ഒരു പോലീസുകാരനാണ്. ഇപ്പോൾ പുള്ളി ആ വീട്ടിൽ ചെന്നിട്ട് കാര്യമായിട്ട് ആരെയോ അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നണു. അങ്ങനെയാൾ നടന്ന് പോകുമ്പോഴേക്കും പെട്ടെന്നൊരു പാക്കറ്റിൽ കയറി ചവിട്ടി. അത് എന്താണെന്നറിയാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് അവിടുത്തെ നായ കുരച്ചു. ഇയാൾ ആ നായയെ ചീത്തയും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെയും മുന്നോട്ട് നടന്നു. അങ്ങനെ അയാൾ അവിടെ എല്ലാം പരിശോധിച്ച് 1-2 പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ വന്ന് ഇയാളോട് ആരാന്ന് ചോദിച്ചത്. ഇതപ്പോൾ ആ മരിച്ച യൂമ്യുങ് ഗിലിൻ്റെ വീടായിരിക്കണം. അപ്പോൾ ആ വന്ന സ്ത്രീയോട് ഞാനൊരു പോലീസുകാരനാണ്, ഞാനിങ്ങനെ യൂമ്യുങ് ഗിലിനെ പറ്റി അന്വേഷിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീ പറഞ്ഞു ഞാനിവിടുത്തെ നെയ്ബറാണ്, എനിക്ക് അയാളെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല, അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, പിന്നെ അയാൾക്കൊരു മൂത്ത സഹോദരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അയാൾ മരിച്ചു എന്നാണ് കേട്ടത് എന്നൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത്. നിങ്ങളെന്തിനാണ് യൂമ്യുങ് ഗിലിനെ പറ്റി അന്വേഷിക്കുന്നതെന്നൊക്കെ ആ പോലീസുകാരനോട് ആ സ്ത്രീ ചോദിക്കുന്ന സമയത്തായിരുന്നു അവിടെ കുറേ കാറുകളുടെ സൈറൺ കേട്ടത്. അതിൽ നിന്നാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ആൾക്കാരില്ലേ ആ ഓഫീസിൻ്റെ വരാന്തയിൽ കൂടെ നടന്നുകൊണ്ടിരുന്നേച്ച് അവരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരും പോലീസുകാരാണ്, ഈ നിൽക്കുന്നതും പോലീസുകാരനാണ്. ഇവർ നേരത്തെ ജോങ്സിങ് എവിടെയെന്ന് ചോദിച്ചല്ലോ, ആ ജോങ്സിങ്ങാണ് ഈ നിൽക്കുന്നത്. ഇതാണ് സെങ്ജുൻ, നമ്മുടെ കഥാനായകൻ. ഇയാൾ നേരത്തെ ഇറങ്ങി പുറപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും നേരത്തെ ആ പോലീസുകാരൊരാളെ ഞെട്ടിത്തിരിഞ്ഞ് ഇയാൾ എവിടെയെന്ന് അന്വേഷിച്ചത്. ആളിച്ചിരി കുറുമ്പൻ തന്നെ. ഈ സെങ്ജുൻ നേരത്തെ വന്ന് ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ആ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സെങ്ജുവിൻ്റെ വഴക്ക് പറയുകയാണ്. അതായത് ഈ യൂമ്യുങ് ഗിൽ മരിച്ചതാണോ അതോ കൊല്ലപ്പെട്ടതാണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതിനു മുന്നേ നീ എന്തിനാണ് ഇവിടെ വന്ന് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്നാണ് ആ സീനിയർ ഉദ്യോഗസ്ഥൻ നമ്മുടെ നായകനെ വഴക്ക് പറയുന്നത്. ഇവരുടെ ഈ വർത്തമാനമൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നെയ്ബർ മുമ്മ ഇതൊക്കെ കേട്ട് കരച്ചിൽ തുടങ്ങി. അയ്യോ എൻ്റെ യൂമ്യുങ് ഗിൽ മരിച്ചു പോയോ എന്ന് ചോദിച്ചിട്ട്. ആരോടൊന്നുമില്ല, അതൊക്കെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവരെ സൈഡാക്കിയിട്ട് ഇവർ ഈ ചീത്ത പറച്ചിൽ കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് കഥ നമ്മുടെ നായികയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ നമ്മുടെ നായികയുടെ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഭാര്യയെ വീട് മൊത്തം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് നേരത്തെ ഭാര്യയ്ക്ക് അവളുടെ സീനിയർ കൊടുത്തിട്ടുള്ള ആ ഒരു ബുക്ക് കണ്ടത്.
ആ ബുക്ക് കണ്ടപ്പോഴേക്കും ഇയാൾ ആ സീനിയറിനെ ചീത്ത പറിച്ചിലായി. അങ്ങനെ അയാളെ വെറുത്തോണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ നായിക വേഷം മാറി എവിടെയോ പോവാൻ നിൽക്കുന്നത് കണ്ടത്. നീ എവിടെ പോകുന്നു എന്ന് നായികയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അങ്കിള് മരിച്ചു, നമുക്കവിടെ കാണാൻ പോകണമെന്ന്. അപ്പോഴാണെങ്കിൽ ഭർത്താവിന് മനസ്സിലായിട്ടില്ല ആരാണ് ഈ അങ്കിൾ എന്നുള്ളത്. അപ്പോൾ അവളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു.